എന്നെ മാത്രമല്ല മാധ്യമപ്രവർത്തകരായ നിങ്ങൾ ചില ആളുകൾക്ക് ഇപ്പോൾ ചില വല്ലാത്ത അനുകമ്പയും ആനുകൂല്യമൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ മാധ്യമപ്രവർത്തനത്തെ പൊതുവായി ഈ നാട്ടിലെ സാധാരണ മനുഷ്യന്മാരെ ഈ നാട്ടിലെ ഓരോ സാധാരണക്കാരനെയും വേട്ടയാടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നിലമ്പൂരുകാരെ വന്യമൃഗങ്ങൾ വേട്ടയാടുന്നത് പോലെ തന്നെ വന്യമായി വേട്ടയാടുന്ന പിണറായി സത്തിനെതിരെ സംസാരിക്കുന്ന ഒരാൾ ആ കോസിൽ നിന്ന് മാറാൻ പാടില്ല. ആ കോസിൽ ഞാൻ ഇന്നലെ ശ്രീ പി വി അൻവറിനോട് സംസാരിച്ച കാര്യവും രണ്ടുപേർ തമ്മിൽ സംസാരിക്കുന്ന കാര്യത്തിൻ്റെ വിശദാംശങ്ങൾ പറയുന്നത് ശരിയല്ല. എങ്കിൽ പോലും ശ്രീ പി വി അൻവർ സംസാരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ തീരുമാനങ്ങൾ അതിവൈകാരികമായിട്ടല്ല എടുക്കേണ്ടത്. നിങ്ങൾ പിണറായി സത്തിനെതിരായിട്ട് ഒരു ഫൈറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിൽ പിണറായി സത്തിനെതിരായിട്ടുള്ള ഫൈറ്റിൽ ജയിക്കാൻ കഴിയുക UDF-നാണ്. ആ UDF-നെ നിങ്ങൾ പിന്തുണയ്ക്കണം എന്നാണ് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത്. അത് ഏതെങ്കിലും ഒരു ചുമതലയുടെ അടിസ്ഥാനത്തിലോ അനുനയത്തിൻ്റെ അടിസ്ഥാനത്തിലോ ഒന്നുമല്ല. അത് ഞാൻ പറഞ്ഞല്ലോ, പിണറായി സത്തിനെതിരായിട്ട് അയാൾ സംസാരിച്ചു. അതിന് മുൻപോ ഒന്നും പി വി അൻവർ എന്ന് പറയുന്ന പൊതുപ്രവർത്തകനോട് ഒരു തരത്തിലുമുള്ള ബന്ധമുണ്ടായിരുന്ന ആളല്ല ഞാൻ. പി വി അൻവർ പറയുന്ന ഏതെങ്കിലും രാഷ്ട്രീയത്തോട് യോജിപ്പോ താല്പര്യമുണ്ടായിരുന്ന ആളല്ല ഞാൻ. പക്ഷേ അയാൾ പിണറായി സത്തിനെതിരായിട്ട് പറയുന്നു. ഇന്നലെ പോലും അയാൾ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, എൻ്റെ കയ്യിൽ പൈസ ഇല്ല. നമുക്ക് ശ്രീ പി വി അൻവറിനെ അറിയുന്നത് എങ്ങനെയാണ്? ധനാഢ്യനായ വ്യവസായിയായ ഒരാൾ 9 വർഷം കൊണ്ട് അയാളുടെ സമ്പത്തിനെ വരെ കൊള്ളയടിച്ച ഒരു സംവിധാനം, ആ സംവിധാനത്തിനെതിരായിട്ട് അയാൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അതിവൈകാരികമായി തീരുമാനങ്ങളെടുത്ത് ലക്ഷ്യം മാറരുത് എന്ന് മാത്രമാണ് അദ്ദേഹത്തോട് സൂചിപ്പിച്ചത്. ഒന്ന് പാർട്ടി അങ്ങനെ ചുമതലപ്പെടുത്തേണ്ടുന്ന ഉയരത്തിലോ ഗ്രേഡിലോ ഉള്ള ഒരാളല്ലല്ലോ ഞാൻ. അങ്ങനെ പാർട്ടി ചുമതലപ്പെടുത്തേണ്ട ഇപ്പം ഒന്ന് മുന്നണിക്ക് സംസാരിക്കുവാൻ വേണ്ടിയിട്ടാണെങ്കിൽ, പാർട്ടിക്ക് സംസാരിക്കുവാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ, അതൊരു മറ്റൊരു പാർട്ടിയിൽ നിൽക്കുന്ന ഒരാളോട് സംസാരിക്കാനാണെങ്കിൽ അതിന് ചുമതലപ്പെടുത്തേണ്ടുന്ന ഒരാളല്ല ഞാൻ എന്നുള്ള ബോധ്യമൊക്കെ മാധ്യമപ്രവർത്തകർ നിലയിൽ മാധ്യമപ്രവർത്തകർ നിലയിൽ നിങ്ങൾക്കുണ്ടല്ലോ. അങ്ങനെ മുന്നണിക്കോ പാർട്ടിക്കോ ചുമതലപ്പെടുത്തണമെങ്കിൽ കുറേ കൂടി സീനിയറായിട്ടുള്ള എത്രയോ ആളുകളുണ്ട്. ഞാൻ ഇതിനകത്ത് ഏറ്റവും ജൂനിയർ മോസ്റ്റ് MLA ആണ് ഞാൻ. ഒരു യുവജന സംഘടനാ പ്രവർത്തകൻ മാത്രമാണ്. അപ്പോൾ എന്നെയല്ലോ ചുമതലപ്പെടുത്തും. സ്വാഭാവികം ഇത്രയും ചോദ്യങ്ങളൊന്നും അദ്ദേഹം നിലപാട് പ്രഖ്യാപിക്കട്ടെ എന്നാണ്. അതിനുശേഷം രാഹുൽ പോയപ്പോൾ അപ്പൊ എന്താണ് രാഹുൽ പോയതിന്റെ ഒരു മാൻഡേറ്റ്? അതായത് ആരെങ്കിലും പറയാതെ രാഹുൽ പോകാൻ പറ്റില്ലല്ലോ, കോൺഗ്രസ് ലീഡർഷിപ്പിന് അകത്തുള്ള ഒരാളെന്നല്ലേ. അല്ല, ഞാൻ രാവിലെ തൊട്ട് ഇതുമായി ബന്ധപ്പെട്ട് പൊടിപ്പും തൊങ്ങലും വെച്ചിട്ടുള്ള ഒരുപാട് വാർത്തകൾ കാണുന്നുണ്ട്. ഞാൻ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് വരെ എനിക്ക് വാർത്തകളെ വലിയ വിശ്വാസം ഉണ്ടായിരുന്ന ഒരാളുമാണ്. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിന് ശേഷമാണ് വാർത്തയും സത്യവുമായിട്ട് പലപ്പോഴും പുലബന്ധം പോലും ഇല്ല എന്നറിയുന്നത്. അപ്പോൾ ഈ വിഷയത്തിനകത്തും എന്നെ ഒരാളും ചുമതലപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല, അങ്ങനെ ചുമതലപ്പെടുത്തേണ്ടുന്ന പദവിയിലിരിക്കുന്ന ഒരാളല്ല ഞാൻ. പാർട്ടിയോ മുന്നണിയോ അങ്ങനെ ഒരു ചുമതല ഏൽപ്പിക്കേണ്ടുന്ന അല്ലെങ്കിൽ ദൗത്യം ഏൽപ്പിക്കേണ്ടുന്ന ആളൊന്നുമല്ല ഞാൻ. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഇവിടുത്തെ യുവജന സംഘടനാ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുക എന്നുള്ളതാണ്. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിലമ്പൂരിൽ ആധികാരികമായി ജയിക്കുമ്പോൾ ആ വിജയത്തിൻ്റെ മാറ്റം വർദ്ധിക്കും. പക്ഷേ ശ്രീ പി വി അൻവർ ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തോട് പിണറായി സത്തിനെതിരായി സംസാരിച്ചു തുടങ്ങിയ മൊമെൻ്റ് തൊട്ട് അദ്ദേഹവുമായി ഒരു പരിചയമുണ്ട്. ആ പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ ട്രാക്ക് മാറരുത്. അദ്ദേഹത്തോട് തന്നെ ചോദിച്ചാൽ മതി. അതിവൈകാരികമായി തീരുമാനങ്ങൾ എടുക്കരുത്, അത് നല്ലതല്ല എന്ന് മാത്രമാണ് അദ്ദേഹത്തോട് പറഞ്ഞത്. അത് ശ്രീ പി വി അൻവറിൻ്റെ വീട്ടിൽ മുൻപ് CPM നേതാക്കന്മാർ പോയ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പറഞ്ഞത്. അവിടെ പോകുന്നവരൊക്കെ കാല് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ രാഷ്ട്രീയത്തിൽ അങ്ങനെ എന്തിനാ കാല് പിടിക്കുന്നത്? ഞങ്ങൾക്കാർക്കും അങ്ങനെ ഒരു പാരമ്പര്യമില്ല. അപ്പോൾ ശ്രീ പി വി അൻവറിൻ്റെ വീട്ടിൽ മുൻപ് പോയിട്ടുള്ള ആളുകളെല്ലാം കാല് പിടിക്കാൻ വേണ്ടിയിട്ടാണോ പോകുന്നത്? അങ്ങനെയാണോ? അങ്ങനൊരു കാര്യം അതാണോ അവരുടെ ശീലം? അതായത് പി വി അൻവറിൻ്റെ വീട്ടിൽ ഞാൻ പോയിട്ട് സംസാരിച്ചത് എന്താണെന്ന് ശ്രീ M സ്വരാജ് കണ്ടിട്ടില്ല. അപ്പോൾ ശ്രീ M സ്വരാജിൻ്റെയും ആ പാർട്ടിയുടെയും ശീലം പി വി അൻവറിൻ്റെ വീട്ടിൽ പോയ ഉടനെ കാല് പിടിക്കുക എന്നുള്ളതാണോ? എനിക്കറിയില്ല. ഞങ്ങളാരും ഒരാളുടെയും വീട്ടിൽ പോകുന്നത് കാല് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള വർത്തമാനം പറയും.